ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോയിലൂടെ നമ്മൾ കാണുവാൻ പോകുന്നത് ഡ്രില്ലിംഗ് മെഷീൻ്റെ ചക്ക് എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നതെന്നാണ്. ഞാനിപ്പം ഈ ഡ്രില്ലിംഗ് മെഷീൻ്റെ ചക്ക് ചേഞ്ച് ചെയ്യാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇതിൽ ബിറ്റ് ഇട്ട് ടൈറ്റ് ആക്കിയതിന് ശേഷം ഡ്രില്ല് ചെയ്യാൻ തുടങ്ങുമ്പം ഡ്രിൽ ബിറ്റ് ലൂസായി പോകുന്നുണ്ടായിരുന്നു ഓട്ടോമാറ്റിക്കായിട്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്രോബ്ലം വന്നുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ചേഞ്ച് ചെയ്യുന്നത്. ഞാനിപ്പം ഇവിടെ പുതിയ ചക്ക് വാങ്ങി വെച്ചേക്കുന്നത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ നമുക്കിത് ചേഞ്ച് ചെയ്യാം. ചില മെഷീൻ്റെയൊക്കെ ഈ ഭാഗത്ത് ഇതുപോലത്തെ സ്പാനർ ഇട്ട് ലോക്ക് ചെയ്ത് പിടിക്കാൻ പറ്റും. പക്ഷേ ഈ മെഷീൻ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഈ മെഷീൻ ഫുള്ളായിട്ട് അഴിച്ചതിന് ശേഷമാണ് ഈ ചക്ക് ഇവിടുന്ന് റിമൂവ് ചെയ്യാൻ പോകുന്നത്. സ്ക്രൂ എല്ലാം അഴിച്ചു. ഇനി നമുക്ക് ഈ സൈഡ് ബോഡി റിമൂവ് ചെയ്യാം. ഇത് ഹാമറിൻ്റെ സ്വിച്ചാണ്. ഇതൊന്ന് മാറ്റി വെക്കാം. ചക്കും ഗിയറും കൂടെ കൂടിയൊരു പാർട്സാണിത്. ഇതിലൊരു സ്പ്രിങ് വരുന്നുണ്ട്, അതൊന്ന് മാറ്റി വെക്കാം. ചക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കാണുന്ന സ്ക്രൂ ആദ്യം അഴിച്ചു മാറ്റണം. ഒരു സ്റ്റാറിൻ്റെ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് നമുക്ക് അഴിച്ചെടുക്കാം. ഒരു ലോക്കിംഗ് പ്ലെയറും പൈപ്പ് റഞ്ചും ഉപയോഗിച്ച് ഞാൻ ഈ ചക്കൊന്ന് ലൂസാക്കാൻ പോവുകയാണ്. ചക്ക് ലൂസായിട്ടുണ്ട്. ഇനി നമുക്കത് അഴിച്ചു മാറ്റിയതിന് ശേഷം പുതിയ ചക്കിട്ട് ടൈറ്റ് ചെയ്യാം. ഇത് ടൈറ്റ് ആക്കിയതിന് ശേഷം ചക്കിൻ്റെ അകത്തുള്ള സ്ക്രൂവും കൂടെ ഇടണം. ഈ സ്പ്രിങ്ങും കൂടെ ഇട്ടതിന് ശേഷം നമ്മൾ മെഷീനിലേക്ക് ഫിറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇതുപോലത്തെ പ്ലെയർ ഇട്ട് പിടിക്കുമ്പം ചെറിയ ട്യൂബിൻ്റെ കഷ്ണമോ അല്ലെങ്കിൽ തുണി എന്തെങ്കിലും ചുറ്റിയതിന് ശേഷം പിടിക്കാൻ ശ്രമിക്കുക. കാരണം ഞാനിപ്പോൾ ഇത് പിടിച്ചപ്പോൾ ചെറുതായിട്ട് ഇവിടെ ഈ ഗിയറിൻ്റെ ഒരു സൈഡ് ഒടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക. ഇനി ഈ ഗിയറിൽ കുറച്ച് ഗ്രീസ് അപ്ലൈ ചെയ്യുകയാണ്. ഇനി ഹാമറിൻ്റെ സ്വിച്ച് ഇട്ടതിന് ശേഷം ബോഡിയൊക്കെ ക്ലോസ് ചെയ്തിട്ട് നമുക്ക് സ്ക്രൂ എല്ലാം ഇട്ട് ടൈറ്റ് ചെയ്യാം. ചക്ക് അഴിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മെഷീൻ ഫുള്ളായിട്ട് അഴിക്കാതെ സ്പാനർ ഇട്ട് ലോക്ക് ചെയ്ത് പിടിച്ചതിന് ശേഷം ചക്ക് അഴിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഇല്ലാത്ത മെഷീൻ ആണെങ്കിൽ ആദ്യം ചക്കിനകത്തുള്ള സ്ക്രൂ അഴിച്ചതിന് ശേഷം മെഷീൻ ഹാമർ മോഡിൽ ഇട്ടിട്ട് ചക്കൊന്ന് ലൂസാക്കാൻ പറ്റുമോ എന്ന് നോക്കുക. ചിലപ്പോൾ ലൂസായി പോരും. അങ്ങനെ പോരുന്നില്ലെങ്കിൽ മാത്രം ഇതുപോലെ മെഷീൻ ഫുള്ളായിട്ട് അഴിച്ചതിന് ശേഷം ചക്ക് റിമൂവ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുന്നു. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. Bye bye.